എൻ്റെ പ്രണാമം. കഴിഞ്ഞ കുറേ കാലങ്ങളായിട്ട് അമൃത ടി വിയിലും FM റേഡിയോയിലും UTV, PCV തുടങ്ങിയ കേബിൾ ചാനലുകളിലുമെല്ലാം ധാരാളം സന്ദേശങ്ങൾ കൊടുക്കാറുണ്ടായിരുന്നു. അത് 2 മിനിറ്റ്, 3 മിനിറ്റ്, 4 മിനിറ്റ് മുതൽക്ക് 10 മിനിറ്റ് വരെ നീണ്ടു നിൽക്കുന്ന സന്ദേശങ്ങളായിരുന്നു കൊടുത്തിരുന്നത്. അത് കേട്ട പലരും വർഷങ്ങൾക്ക് ശേഷവും ആ സന്ദേശങ്ങൾ ഓർമ്മിക്കാറുണ്ട്. ഇപ്പോഴും എവിടെയെങ്കിലുമൊക്കെ പ്രഭാഷണത്തിന് പോകുമ്പോൾ അവർ ഈ സന്ദേശങ്ങളെക്കുറിച്ച് ചോദിക്കാറുണ്ട്. അങ്ങനെയുള്ള സന്ദേശങ്ങൾ വളരെ പ്രയോജനം ചെയ്യുന്നു എന്ന് പറയാറുണ്ട്. ഫേസ്ബുക്കിലും ഫേസ് പേജിലും ട്വിറ്ററിലും അതുപോലെയുള്ള ഇമെയിലുകളിൽ എല്ലാം സന്ദേശങ്ങൾ കൊടുക്കുമ്പോൾ അരമണിക്കൂർ നീണ്ടു നിൽക്കുന്ന ഒരു പ്രഭാഷണത്തേക്കാൾ കൂടുതൽ ഇഫക്റ്റീവായിട്ട് ചെറിയ ചെറിയ സന്ദേശങ്ങൾ മനസ്സിൽ നിൽക്കുന്നു എന്ന് മനസ്സിലായതുകൊണ്ട് കുറച്ച് ദിവസങ്ങളിൽ, അടുത്തു വരുന്ന കുറേ ദിവസങ്ങളിൽ ഇങ്ങനെയുള്ള സന്ദേശങ്ങൾ ഒന്ന് യൂട്യൂബിൽ അപ്ലോഡ് ചെയ്ത് കഴിഞ്ഞിട്ട് നിങ്ങളുടെ എല്ലാം പ്രതികരണം എന്താണെന്ന് അറിയണമെന്ന് ആഗ്രഹമുണ്ട്. അതുകൊണ്ട് റേഡിയോയിലും FM റേഡിയോയിലും ആൾ ഇന്ത്യ റേഡിയോയിലും അതുപോലെ കേബിൾ ചാനലുകളിലും എല്ലാം ഇംഗ്ലീഷിലും മലയാളത്തിലും എല്ലാം കൊടുത്ത ആ സന്ദേശങ്ങൾ ജസ്റ്റ് 1, 2, 3 മിനിറ്റുള്ള സന്ദേശങ്ങൾ ഞാൻ നിങ്ങളുടെ മുമ്പിൽ സമർപ്പിക്കുകയാണ്. മനുഷ്യൻ എന്ന വാക്ക് എന്താ? മനുഷ്യൻ്റെ പ്രത്യേകത 16 ലക്ഷം തരത്തിലുള്ള ജന്തുക്കൾ, 4 ലക്ഷം തരത്തിലുള്ള സസ്യങ്ങൾ, 80,000 തരത്തിലുള്ള വൃക്ഷങ്ങൾ, 10 ലക്ഷം തരത്തിലുള്ള സൂക്ഷ്മജീവികൾ, ഇതെല്ലാം ഉള്ള ഈ ലോകത്തിൽ മനുഷ്യൻ തികച്ചും ചിന്തിക്കാനും വിവേക ബുദ്ധിയോടുകൂടി പ്രവർത്തിക്കാനും ഭൂതകാലവും വർത്തമാനവും ഭാവിയും തമ്മിൽ ബന്ധപ്പെടുത്താനും കഴിവുള്ളവനാണ്. അവന് ഒരു മനസ്സുള്ളത് കൊണ്ടായിരിക്കണം മനുഷ്യന് ആ പേരുണ്ടായത്. മാൻ എന്ന വാക്ക് നമ്മുടെ സംസ്കൃതത്തിലെ മനഃ എന്ന വാക്കിൽ നിന്നാണ് ഉണ്ടായത്. അപ്പോൾ മനുഷ്യന് മനസ്സുണ്ടാവണം. ഭൂതകാലത്തെയും വർത്തമാനകാലത്തെയും ഭാവി കാലത്തെയും തമ്മിൽ ബന്ധപ്പെടുത്തി ഗുണദോഷങ്ങൾ വിലയിരുത്തി എടുക്കേണ്ടത് എടുത്തും കളയേണ്ടത് കളഞ്ഞും വളരാൻ മനുഷ്യന് സാധിക്കുമ്പോഴാണ് അവൻ മനുഷ്യനാവുന്നത്. ഒരേ മനുഷ്യൻ 3 വിധത്തിൽ പ്രവർത്തിക്കും എന്നാണ് ഭാരതീയ പൈതൃകം പറയുന്നത്. മനുഷ്യരൂപത്തിലുള്ള വ്യക്തി തന്നെയാണ് അസുരന്മാരും രാക്ഷസന്മാരും. പക്ഷെ അവരുടെ മനസ്സിൽ തിന്മകളാണ് ഏറ്റവും കൂടുതലുള്ളത്. മനുഷ്യരൂപത്തിലുള്ള മനുഷ്യൻ, മനുഷ്യവികാരങ്ങളുള്ള മനുഷ്യനിൽ കൂടുതൽ സ്വാർത്ഥതയും കുറേയൊക്കെ വാശിയും കുറേയൊക്കെ പകയും കുറേ ദുഃഖവും ഭയവും ഇങ്ങനെയുള്ള വികാരങ്ങളെല്ലാം ഉള്ളവരാണ് രണ്ടാമത്തെ വിഭാഗത്തിൽപ്പെടുന്ന മനുഷ്യർ. ഒന്നാമത്തെ വിഭാഗത്തിൽപ്പെടുന്നത് ആസുരികമായിട്ടുള്ള വികാരങ്ങൾ മനസ്സിൽ നിറച്ചിരിക്കുന്ന അസുരന്മാരും രാക്ഷസന്മാരുമായിട്ടുള്ള മനുഷ്യർ. 2 മാനുഷിക ദൗർബല്യങ്ങൾ, ഭയം, ദുഃഖം, വേദന, കുറേയൊക്കെ ദേഷ്യം, ഇങ്ങനെയുള്ള വികാരങ്ങൾ മനസ്സിൽ നിറച്ചിരിക്കുന്ന കുറേയെല്ലാം നന്മകളുള്ള സ്നേഹം, ബഹുമാനം, ആദരവ്, കടമ, കടപ്പാട്, ഇങ്ങനെയെല്ലാം മനസ്സിൽ നിറച്ചിരിക്കുന്ന മനുഷ്യൻ രണ്ടാമത്തെ വിഭാഗത്തിൽപ്പെട്ട മനുഷ്യൻ. മൂന്നാമത്തെ വിഭാഗത്തിൽപ്പെട്ട മനുഷ്യർക്ക് വാശിയില്ല, പകയില്ല, വിദ്വേഷമില്ല, അസൂയയില്ല, അഹങ്കാരമില്ല, അതുപോലെ വലിയ ഭയമില്ല, വലിയ ദുഃഖമില്ല. മറ്റൊരർത്ഥത്തിൽ തിന്മകൾ വളരെ കുറഞ്ഞിരിക്കുന്ന മനുഷ്യർ, നന്മകൾ വളരെ കൂടിയിരിക്കുന്ന മനുഷ്യർ, അവരെയാണ് ശരിക്കും അവതാരങ്ങൾ എന്ന് പറയുക. അപ്പോൾ അവതാരങ്ങളിൽ തിന്മകൾ മിനിമവും നന്മകൾ മാക്സിമവും, അസുരന്മാരിൽ തിന്മകൾ മാക്സിമവും നന്മകൾ മിനിമവും, മനുഷ്യരിൽ ഇത് രണ്ടിൻ്റെയും മിക്സ്ചർ. അപ്പോൾ അസുരൻ രാക്ഷസന് മനുഷ്യനാവാൻ സാധിക്കും, മനുഷ്യന് അവതാരവുമാവാൻ സാധിക്കും. നമുക്ക് അങ്ങനെ ഒന്ന് ചിന്തിക്കാം. എൻ്റെ പ്രണാമം. അടുത്ത സന്ദേശം മനസ്സ് എന്നതിനെ കുറിച്ചാണ്. മനസ്സ് ഞാൻ വിവരിക്കുകയുണ്ടായി. മനഃ എന്ന സംസ്കൃത വാക്ക് മൻ എന്ന
ഹിന്ദി വാക്ക്, അതിൻ്റെ ഒരു ഇംഗ്ലീഷ് സ്പെല്ലിംഗ് ആണ് MAN. നമ്മൾ ഈ ലോകത്തിൽ മുഴുവനും മനസ്സുകൊണ്ടാണ് അക്കോമഡേറ്റ് ചെയ്യുക. മനസ്സിലാണ് നന്മകൾ നിറഞ്ഞു നിൽക്കുക, ശരീരത്തിലല്ല. മനസ്സിലാണ് തിന്മകൾ നിറഞ്ഞു നിൽക്കുക, അത് ശരീരത്തിലല്ല. മനസ്സിൻ്റെ ഓർഡർ അനുസരിച്ചിട്ടാണ് ശരീരം പ്രവർത്തിക്കുക. അപ്പം നമ്മുടെ മനസ്സ് നന്നായാൽ ആ മനസ്സിൽ നിന്ന് നല്ല ചിന്തകൾ വരും. നമ്മൾ ഏത് പ്രവൃത്തിയും ചെയ്യുന്നത് ചിന്തകളുടെ അടിസ്ഥാനത്തിലാണ്. അപ്പം നല്ല മനസ്സിൽ നിന്ന് നല്ല ചിന്തകൾ വരും. നല്ല ചിന്തകളിൽ നിന്നാണ് നല്ല കർമ്മങ്ങൾ ഉണ്ടാവുക. എവിടെയെല്ലാം നല്ല കർമ്മങ്ങളുണ്ടോ അവിടെയെല്ലാം നല്ല കർമ്മഫലങ്ങളും ഉണ്ടായിരിക്കും. നല്ല കർമ്മഫലങ്ങൾക്കെല്ലാം നല്ല കർമ്മ പ്രതിഫലങ്ങളും ഉണ്ടാവും. അപ്പം നമ്മുടെ ജീവിതത്തിൽ നല്ല നല്ല കർമ്മം ചെയ്യണമെന്ന് നമ്മളുടെ മക്കളോടോ ഭർത്താവിനോടോ ഭാര്യയോടോ വിദ്യാർത്ഥികളോടോ ലോകത്തോടോ ആഹ്വാനം ചെയ്യുന്ന വ്യക്തി ആദ്യം അദ്ദേഹത്തിൻ്റെ മനസ്സ് നന്മ നിറഞ്ഞതാക്കണം. എന്നിട്ട് അത് മറ്റുള്ളവരുടെ മനസ്സിലേക്ക് പകരണം. നമ്മൾ ദോശ ഉണ്ടാക്കുന്ന മാതിരിയാണ്. ദോശക്കല്ല് ആദ്യം ചൂടാക്കണം, എന്നിട്ട് വേണം മാവ് അതിലേക്ക് ഒഴിക്കാൻ. ദോശക്കല്ല് ചൂടാവാതെ മാവ് ഒഴിച്ചാൽ ശരിയാവില്ല. അതുകൊണ്ട് നമ്മുടെ മനസ്സ് അതാണ് നമ്മുടെ ചിന്തകൾക്ക് ആധാരം, അതാണ് കർമ്മങ്ങൾക്ക് ആധാരം, അതാണ് കർമ്മഫലങ്ങൾക്ക് ആധാരം, അതാണ് കർമ്മത്തിൻ്റെ പ്രതിഫലത്തിന് ആധാരം എന്ന് നമ്മൾ ചിന്തിക്കുമ്പോൾ നന്മ നിറഞ്ഞ മനസ്സ് സന്മനസ്സ്, നന്മ നിറഞ്ഞ ചിന്തകൾ സത്ചിന്തകൾ, നന്മ നിറഞ്ഞ കർമ്മങ്ങൾ സത്കർമ്മങ്ങൾ, നന്മ നിറഞ്ഞ കർമ്മഫലങ്ങൾ സത്കർമ്മഫലങ്ങൾ, നന്മ നിറഞ്ഞ കർമ്മ പ്രതിഫലങ്ങൾ സത്കർമ്മ പ്രതിഫലങ്ങൾ. അപ്പോൾ സത്കർമ്മങ്ങളും സത്കർമ്മഫലങ്ങളും സത്കർമ്മ പ്രതിഫലങ്ങളും നമുക്ക് ലഭിക്കണമെങ്കിൽ ആദ്യം വേണ്ടത് മനസ്സിനെ സന്മനസ് ആക്കുക. പ്രണാമം. ഇനി അടുത്ത സന്ദേശം. എക്സ്പെരിമെൻ്റൽ നോളജ് ആൻഡ് എക്സ്പീരിയൻഷ്യൽ നോളജ്. ഈ ലോകത്തിൽ രണ്ട് തരത്തിലുള്ള അറിവാണ് ഉള്ളത്. ഒന്ന്, ഗവേഷണം നടത്തി പഠനം നടത്തി അനലൈസ് നടത്തി വിശകലനം നടത്തിയിട്ട് ഉപകരണത്തിൻ്റെ സഹായത്താൽ അല്ലെങ്കിൽ ടൂൾസിൻ്റെ സഹായത്താൽ അല്ലെങ്കിൽ ഏതെങ്കിലും ബാഹ്യ സംവിധാനങ്ങളുടെ സഹായത്താൽ നമ്മൾ ചില അറിവുകൾ നേടുന്നുണ്ട്. അതിനെ എക്സ്പെരിമെൻ്റബിൾ നോളജ് എന്നാ പറയാം. ഗവേഷണം നടത്തി പരീക്ഷണം നടത്തി നിരീക്ഷണം നടത്തി നമുക്ക് എടുക്കാവുന്ന അറിവുകൾ എക്സ്പെരിമെൻ്റൽ അല്ലെങ്കിൽ എക്സ്പെരിമെൻ്റബിൾ നോളജ്. വേറൊരു നോളജ് ഉണ്ട്, എക്സ്പീരിയൻഷ്യൽ നോളജ്, അനുഭവ വേദ്യമാകുന്ന അറിവ്. എക്സ്പെരിമെൻ്റബിൾ നോളജ് ടാഞ്ചിബിൾ പ്രോപ്പർട്ടി, ടാഞ്ചിബിൾ പാരാമീറ്ററാണ്. എക്സ്പീരിയൻഷ്യൽ നോളജ് ഇൻടാഞ്ചിബിൾ ആണ്, അളക്കാൻ പലപ്പോഴും പറ്റില്ല. ഈ എക്സ്പീരിയൻഷ്യൽ നോളജിലാണ് സന്തോഷം, ചാരിതാർത്ഥ്യം, ബഹുമാനം, സ്നേഹം, കടമ, കടപ്പാട്, കരുണ, ദയ, സംതൃപ്തി, വാശി, പക, വിദ്വേഷം, അഹങ്കാരം, അസൂയ, ഭയം, ദുഃഖം തുടങ്ങിയ വികാരങ്ങൾ വരിക. അപ്പോൾ എക്സ്പെരിമെൻ്റബിൾ നോളജിൽ എന്താ വരിക? കൊളസ്ട്രോള്, തനിക്ക് എത്ര കൊളസ്ട്രോൾ ഉണ്ട്, തൻ്റെ ബോഡി ടെമ്പറേച്ചർ എത്രയാണ്, തനിക്ക് എത്ര ഹൈ ഡെൻസിറ്റി ലിപ്പോപ്രോട്ടീൻ ഉണ്ട്, HDL ഉണ്ട്, എത്ര LDL ഉണ്ട്, എത്ര അയേൺ ഉണ്ട് ബോഡിയിൽ, എത്ര ഹൈറ്റ് ഉണ്ട്, എത്ര വെയിറ്റ് ഉണ്ട്. ഇതെല്ലാം എക്സ്പെരിമെൻ്റബിൾ നോളജാണ്. എക്സ്പീരിയൻഷ്യൽ നോളജാണ് ഞാൻ നേരത്തെ പറഞ്ഞ എനിക്ക് എൻ്റെ അമ്മയോട് സ്നേഹമുണ്ട്, എത്ര സ്നേഹമുണ്ടെന്ന് അളന്ന് തിട്ടപ്പെടുത്താൻ പറ്റില്ല. എനിക്ക് എൻ്റെ മക്കളോട് വളരെ ഇഷ്ടമാണ്, എത്ര ഇഷ്ടമാണെന്ന് അളന്ന് തിട്ടപ്പെടുത്താൻ പറ്റില്ല. അതുപോലെ തന്നെ എനിക്ക് എൻ്റെ രാഷ്ട്രത്തോട് അസാധാരണ ഭക്തിയുണ്ട്, എത്ര ഭക്തിയുണ്ട് പറയാൻ പറ്റില്ല. എനിക്ക് വേദനയുണ്ട്, എത്ര വേദനയുണ്ട് പറയാൻ പറ്റില്ല. എത്ര ഭയമുണ്ട് അളക്കാൻ പറ്റില്ല. അതുകൊണ്ട് ലോകത്തിൽ വിദ്യ അവിദ്യ എന്നീ രണ്ട് തരം അറിവാണ് ഉള്ളതെന്ന് നമ്മുടെ പൂർവികർ പറയുന്നു. വിദ്യ എന്ന് പറയുന്നത് എക്സ്പീരിയൻഷ്യൽ നോളജ്, അവിദ്യ എന്ന് പറയുന്നത് എക്സ്പെരിമെൻ്റബിൾ നോളജ്. ഞാനും നിങ്ങളും ഈ രണ്ട് തരത്തിലുള്ള അറിവുകളുടെ ആകത്തുകയാണ് എന്ന് നമ്മൾ മനസ്സിലാക്കണം. വികാരത്തിൻ്റെയും വിചാരത്തിൻ്റെയും അടിസ്ഥാനത്തിലുള്ള അറിവ് നമ്മളിലുണ്ട്, നമ്മളിൽ ഇൻഹറൻ്റ് ആയിട്ടുണ്ട്. അതുപോലെ ബാഹ്യമായ പരീക്ഷണങ്ങളിലൂടെ നമ്മൾ എടുക്കേണ്ട അറിവുകളും നമ്മളിലുണ്ട് എന്ന് തിരിച്ചറിയാം. പിന്നെ ഇനിയൊരു വേറൊരു വിഷയം പറയുകയാണ്. അടുത്ത വിഷയം, പണ്ട് കേരളത്തിൽ ധാരാളം പവർ കട്ട് ഉണ്ടായിരുന്നു. ഇനിയും ഭാവിയിൽ പവർ കട്ട് ഉണ്ടാവാതിരിക്കില്ല. ഈ പവർ കട്ടിനെ ശപിക്കുന്നവർ ധാരാളം ഉണ്ട്. ഞാൻ അവരോട് എല്ലാവരോടും പറയുന്നു, പവർ കട്ടിനെ ശപിക്കാതിരിക്കുക.
ഞാൻ പവർ കട്ടുള്ള സമയത്ത് എന്താ ചെയ്തിരുന്നത്? എനിക്കൊരു മകളുണ്ട്, മകനുണ്ട്, ഭാര്യ. ഞങ്ങൾ 4 പേരും കസേരയിൽ വെറുതെ ഇരുന്ന് കുറേ നല്ല കാര്യങ്ങൾ പറയും. ആ അരമണിക്കൂർ പവർ കട്ട് പൂർണ്ണമായിട്ടും ഞങ്ങൾ ഉപയോഗിക്കും, പൂർണ്ണമായിട്ടും ഉപയോഗിക്കും. അതുകൊണ്ട് ഞാൻ നിങ്ങളോട് പറയുന്നു, ഏത് തരത്തിലുള്ള തിന്മകൾ മുമ്പിൽ കാണുമ്പോൾ ആ തിന്മകളിൽ നിന്ന് നന്മകൾ ഉണ്ടാക്കാൻ നമുക്ക് സാധിക്കണം. ഉദാഹരണമായിട്ട് ഇവിടെ തിരുവനന്തപുരത്ത് എൻ്റെ വീടിൻ്റെ അടുത്ത് ഒരു വലിയ ആശുപത്രിയുണ്ട്. അവിടെ ഒരു ഡോക്ടറുണ്ട്. ആ ഡോക്ടർ തിരുവനന്തപുരത്തേക്ക് എല്ലാ ദിവസവും രാവിലെയും വൈകുന്നേരവും വരുന്നത് കൊല്ലത്ത് നിന്നാണ്. അദ്ദേഹം എന്നെ ഈ അടുത്ത കാലത്ത് വിളിച്ചു പറഞ്ഞു, ഞാൻ എൻ്റെ ജീവിതത്തിൽ ഏറ്റവും അധികം ആനന്ദിക്കുന്നത് ഈ രാവിലെ 8:30 മുതൽക്ക് 10 മണി വരെയുള്ള സമയവും വൈകുന്നേരം 5:30 മുതൽക്ക് 7 മണി വരെയുള്ള സമയവുമാണ് എന്ന് അദ്ദേഹത്തോട് പറയേണ്ടായി. വളരെ പുതിയ ഡോക്ടറെ, എനിക്ക് അറിഞ്ഞുകൂടാ. അദ്ദേഹം പറഞ്ഞു, എന്താണ് ഞാൻ ഈ 2 സമയവും ഇത്രയും സന്തോഷിക്കാൻ കാരണം? ഞാൻ കൊല്ലത്ത് നിന്ന് തിരുവനന്തപുരത്തേക്ക് ഡ്രൈവ് ചെയ്തിട്ടാണ് ആശുപത്രിയിൽ എൻ്റെ പ്രൊഫഷൻ, ഡോക്ടർ എന്ന പ്രൊഫഷൻ ചെയ്യാൻ വരുന്നത്. അപ്പം കൊല്ലത്ത് നിന്ന് ആരംഭിച്ചാൽ ഞാൻ അങ്ങയുടെ ഓഡിയോ CD ഞാൻ എൻ്റെ കാറിലിടും. കുറേ ഓഡിയോ CD അങ്ങയുടെ എൻ്റെ കയ്യിലുണ്ട്. യൂട്യൂബിലുള്ളതെല്ലാം ഞാൻ ഓഡിയോ ആക്കി മാറ്റിയിട്ടുണ്ട്. അത് കേട്ടുകൊണ്ടാണ് ഞാൻ തിരുവനന്തപുരത്തേക്ക് വരിക. ആ 1.5 മണിക്കൂർ ട്രാഫിക് ജാം ഉണ്ടെങ്കിലും എന്തെല്ലാം സംഘർഷപൂരിതമായ ഡ്രൈവിംഗ് വന്നാലും എൻ്റെ മനസ്സ് ഞാൻ ആ CD-യിൽ നിന്ന് പഠിക്കുന്നത് കൊണ്ട് എനിക്ക് വളരെ സന്തോഷം, സ്റ്റെബിലൈസ്ഡാണ്. അപ്പോൾ ട്രാഫിക് ജാമുണ്ട്, തിരക്കാണ്, റോഡിൽ മുഴുവനും വണ്ടികളാണ്, റോഡ് മുഴുവനും കുഴിയാണ് എന്ന് ശപിക്കുന്നതിന് പകരം ആ യാത്ര മുഴുവനും CD-യിലൂടെ കേട്ട് പഠിക്കാൻ അദ്ദേഹം ഉപയോഗിക്കുന്നു. അതുപോലെ പവർ കട്ടും നമുക്ക് നന്മ നിറഞ്ഞ രീതിയിൽ ഉപയോഗിക്കാൻ സാധിക്കണം എന്ന് ഞാൻ നിങ്ങളോട് അഭ്യർത്ഥിക്കുന്നു. ഇനി അടുത്ത സന്ദേശം. പലപ്പോഴും നമ്മൾ മറക്കാൻ ശ്രമിക്കാറുണ്ട്, പലതും മറക്കാൻ ശ്രമിക്കാറുണ്ട്. മറക്കാൻ ശ്രമിക്കുന്നതിനനുസരിച്ച് അത് ഓർമ്മയിൽ വരികയാണ് പലപ്പോഴും ചെയ്യാറുള്ളത്. അതുകൊണ്ട് മറക്കേണ്ട കാര്യങ്ങൾ അങ്ങ് വിട്ടേക്കുക, ഓർമ്മയിൽ വന്നാലും വന്നില്ലെങ്കിലും. ഒരു കഥ പറയാറുണ്ട്. ഒരു കഷണ്ടി ഉള്ള വ്യക്തി, നിങ്ങളൊരു പക്ഷേ ഈ കഥ കേട്ടിട്ടുണ്ടാവും. കഷണ്ടിയുള്ള വ്യക്തി ഒരു ആയുർവേദ വൈദ്യൻ്റെ അടുത്ത് പോയി, എൻ്റെ കഷണ്ടി മാറ്റാൻ മരുന്ന് വേണം എന്ന് പറഞ്ഞു. നിങ്ങൾക്കറിയാം കഷണ്ടിക്കും വേറൊരു സാധനത്തിനും മരുന്നില്ല എന്ന്. അപ്പോൾ ആയുർവേദ വൈദ്യൻ പറഞ്ഞു, എൻ്റെ കയ്യിൽ കഷണ്ടിക്കുള്ള മരുന്നൊന്നുമില്ല, വേണമെങ്കിൽ തല തണുപ്പിക്കാനും തലച്ചോറ് തണുക്കാനും ഒക്കെയുള്ള നല്ല തലയ്ക്ക് തേക്കുന്ന എണ്ണ തരാം, വേറെ തലമുടി വളരാനുള്ള എണ്ണയൊന്നും എൻ്റെ കയ്യിലില്ല. ഈ വന്ന ആൾ പറഞ്ഞു, എന്നോട് പലരും പറഞ്ഞു വൈദ്യരുടെ കയ്യിൽ എണ്ണയുണ്ട്, ആദ്യം ചോദിച്ചാൽ വൈദ്യര് തരില്ല, പിന്നെ നിർബന്ധിച്ചാലേ വൈദ്യര് തരുള്ളൂ എന്ന് ഈ വന്ന ആള് വൈദ്യരോട് പറഞ്ഞു. വൈദ്യര് 10 പ്രാവശ്യം പറഞ്ഞു, എൻ്റെ കയ്യിൽ അങ്ങനെ ഒരു മരുന്നില്ല, പലരും വെറുതെ പറഞ്ഞതാണ്, അങ്ങേ പറ്റിക്കാൻ പറഞ്ഞതാണെന്ന് പറഞ്ഞു. നിർബന്ധം സഹിക്കാൻ വയ്യാതെയായപ്പോൾ വൈദ്യർ എന്ത് ചെയ്തു, ഒരു എണ്ണ എടുത്ത് ചെറിയൊരു ബോട്ടിലാക്കി അയാളുടെ അടുത്ത് കൊടുത്തു. നിങ്ങളോട് എത്ര പറഞ്ഞാലും നിങ്ങൾക്ക് മനസ്സിലാവില്ല, എന്നാൽ തന്നെത്താൻ അറിഞ്ഞില്ലെങ്കിൽ പിന്നെ താൻ അറിയും. ഈ എണ്ണ പുരട്ടി നോക്കാം. പക്ഷെ ഈ എണ്ണ പുരട്ടുമ്പോൾ ഒരു കാര്യമുണ്ട്, എന്താ അറിയോ? രാവിലെ 5-5:30 മുമ്പ് എഴുന്നേൽക്കണം. 5:30 മുമ്പ് എഴുന്നേറ്റ് കിടക്കയിൽ മൗനമായിട്ടിരുന്ന് കരിങ്കുരങ്ങിനെ കുറിച്ച് ഒരിക്കലും ചിന്തിക്കാതെ 3-4 തുള്ളി എണ്ണ തലയിൽ വെച്ച് നോക്കാം. വർക്ക് ചെയ്താൽ വർക്ക് ചെയ്തു, ഇല്ലെങ്കിൽ ഇല്ല. യഥാർത്ഥത്തിൽ ഈ വൈദ്യർക്ക് അറിയാം അത് വർക്ക് ചെയ്യില്ല. നിർബന്ധം സഹിക്ക വയ്യാതെയാണ് അദ്ദേഹം ആ എണ്ണ കൊടുത്തത്. ഈ മനുഷ്യൻ സന്തോഷത്തോടുകൂടി വീട്ടിൽ ചെന്നു, രാത്രി കിടന്നുറങ്ങി, രാവിലെ 5:30 മുമ്പ് എഴുന്നേറ്റു. ആരോടും സംസാരിക്കാതെ 4-5 തുള്ളി എണ്ണ കയ്യിലൊഴിച്ചപ്പോൾ പെട്ടെന്ന് വൈദ്യർ പറഞ്ഞത് ഓർത്തു. അതായത് കരിങ്കുരങ്ങിനെ കുറിച്ച് ഒരിക്കലും ചിന്തിക്കരുത് ഈ എണ്ണ തലയിൽ തേക്കുമ്പോൾ എന്ന്. അങ്ങനെ ചിന്തിച്ചത് കരിങ്കുരങ്ങിനെ കുറിച്ചാണല്ലോ. കരിങ്കുരങ്ങിനെ കുറിച്ച് ചിന്തിക്കരുതെന്ന് പറയുമ്പോൾ കരിങ്കുരങ്ങിനെ കുറിച്ച് ചിന്തിച്ചു. അന്ന് എണ്ണ തേച്ചില്ല. എല്ലാ ദിവസവും അയാൾ എണ്ണ കയ്യിലെടുക്കുമ്പോൾ അയാൾക്ക് ഓർമ്മ വരുന്നത് കരിങ്കുരങ്ങിനെ കുറിച്ചാണ്. ഇത് ഞാൻ നിങ്ങളോട് പറഞ്ഞത്, ചില കാര്യങ്ങളെല്ലാം നമ്മൾ ഓർമ്മിക്കാതിരിക്കുക. പലപ്പോഴും വാശി, പക, വിദ്വേഷം, ഇങ്ങനെ വരുന്ന പല വികാരങ്ങളും ഓർമ്മയാണ് വളമായിട്ട് വരിക.
ഒരാളോട് വാശിയുണ്ട്, അയാളെ കാണുമ്പോൾ എനിക്ക് വാശിയാണ്, പകയാ, വിദ്വേഷമാണ്, അയാൾ പണ്ട് അങ്ങനെ ചെയ്തിട്ടുണ്ട്. കഴിയുന്നത്രയും അങ്ങനെയുള്ളത് ഓർമ്മിക്കാതിരിക്കാൻ ശ്രമിക്കുക. ബലമായിട്ട് മറക്കാൻ ശ്രമിക്കുകയും വേണ്ട, കാഷ്വലായിട്ട് ഓർമ്മിക്കാതിരിക്കാൻ ശ്രമിച്ചാൽ നമുക്ക് ഒത്തിരി പ്രയോജനപ്പെടും. ഇനി അടുത്ത സന്ദേശം. എന്നോട് ധാരാളം പേര് വിളിച്ച് പറയാറുണ്ട്, ജീവിതത്തിൽ ഭയങ്കര ടെൻഷൻ ഉണ്ടെന്ന്. എങ്ങനെയാണ് ഈ ടെൻഷൻ മാറ്റുക? അതാണ് എല്ലാവർക്കും ചോദിക്കാനുള്ളത്. അഡ്രിനാലിൻ കഴിച്ചാൽ മതിയോ, ഡയസപ്പാം കഴിച്ചാൽ മതിയോ, അവിയൽ കഴിച്ചാൽ മതിയോ, ഏതെല്ലാം മരുന്നുകളുണ്ടെങ്കിലും ആൻറ്റി അഡ്രിനർജിക് ഡ്രഗ്സ് കഴിച്ചു കഴിഞ്ഞാൽ ടെൻഷൻ കുറച്ച് നേരത്തേക്ക് കുറയും. അത് ഉറക്ക ഗുളിക കഴിച്ച് ഉറങ്ങുന്ന മാതിരിയുള്ള എഫക്റ്റാണ് ഉണ്ടാവുക. സപ്രസീവ് ടെൻഷൻ കുറയ്ക്കലാണ്, അതുകൊണ്ട് പ്രയോജനമില്ല. യഥാർത്ഥത്തിൽ ഞാൻ നിങ്ങളോട് എല്ലാവരോടും പറയുന്നു, ടെൻഷൻ കുറയ്ക്കാൻ എളുപ്പ വഴിയുണ്ട്. ഇടയ്ക്കൊന്ന് തമാശ പറയാൻ പഠിക്കുക, ഇടയ്ക്കൊന്ന് ചിരിക്കാൻ പഠിക്കുക, ഇടയ്ക്ക് ചില സിനിമാ പാട്ടുകൾ മൂളിപ്പാട്ട് പോലെ പാടാൻ പഠിക്കുക. ദേഷ്യമോ വാശിയോ ഭയമോ ടെൻഷൻ തോന്നുന്ന സമയത്ത് ചിന്തകൾ വേറെ എവിടേക്കെങ്കിലും കൊണ്ടുപോകാം. ഉദാഹരണമായിട്ട് വിയറ്റ്നാം കോളനി എന്ന സിനിമയുണ്ട്, ദേവാസുരം എന്ന സിനിമയുണ്ട്, ഒരു മിന്നാമിനിങ്ങിൻ്റെ നുറുങ്ങുവട്ടം എന്ന സിനിമയുണ്ട്, നല്ല നല്ല പഴശ്ശിരാജയുടെ സിനിമയുണ്ട്, വളരെ നല്ല തച്ചോളിയോദയനൻ്റെ സിനിമയുണ്ട്, എത്ര നല്ല നല്ല സിനിമകളാണ്. ഇമ്മാനുവൽ എന്ന സിനിമയുണ്ട്, രാവണപ്രഭു എന്ന സിനിമയുണ്ട്. ഈ സിനിമയിൽ ഏതെങ്കിലുമൊക്കെ നിങ്ങൾ കണ്ടിട്ടുണ്ട്, നന്ദനം എന്ന സിനിമ. അതിൻ്റെ ചില ഭാഗങ്ങളൊക്കെ ഓർമ്മിക്കാൻ ശ്രമിക്കാം. അപ്പോൾ മനസ്സ് ടെൻഷൻ അനുഭവിക്കുന്നത് ആ ചിന്ത മനസ്സിലുള്ളപ്പോൾ മാത്രം. ഏതൊരു വിഷയത്തെക്കുറിച്ചാണോ നമ്മൾ ചിന്തിക്കുന്നത്, ആ ചിന്ത ഉള്ളപ്പോൾ മാത്രമാണ് ടെൻഷനുള്ളത്. ഉറങ്ങുമ്പോൾ ടെൻഷൻ ഇല്ലല്ലോ. നമ്മൾ ഒരു കല്യാണ സദ്യക്ക് പോയിട്ട് ഊണ് വയ്ക്കുന്ന സമയത്ത് ടെൻഷനുള്ള വിഷയം നമ്മൾ പലപ്പോഴും ചിന്തിക്കാറില്ല, കാരണം ചിന്തകൾ മാറി. അതുപോലെ നമ്മൾ കുട്ടികളുമായിട്ട് കളിക്കുമ്പോൾ നമ്മൾ വലിയവരാണെന്നുള്ള ചിന്ത പോലും ചിലപ്പോൾ നമുക്ക് ഉണ്ടാവില്ല. എന്താ കാരണം? നമ്മുടെ മനസ്സിനകത്ത് നിന്ന് വരുന്ന ഔട്ട്പുട്ട് അത് ഇൻപുട്ട് അനുസരിച്ച് മാറുന്നു. മനസ്സിനകത്ത് നിന്ന് വരുന്ന ഔട്ട്പുട്ടുകൾ ഇൻപുട്ട് അനുസരിച്ച് മാറും. ഇൻപുട്ട് സിനിമയോ കഥയോ തമാശകളോ പാട്ടോ സീനറികളോ പ്രഭാഷണങ്ങളോ ആണെങ്കിൽ ഔട്ട്പുട്ട് അതനുസരിച്ചിട്ടായിരിക്കും. ഇങ്ങനെയാണല്ലോ സംഭവിക്കുക. അതുകൊണ്ട് ഞാൻ നിങ്ങളോട് ടെൻഷൻ വരുമ്പോഴെല്ലാം ഒരു മൂളിപ്പാട്ട് പാടുക, സിനിമയെക്കുറിച്ച് ആലോചിക്കുക, നിങ്ങളുടെ ജീവിതത്തെക്കുറിച്ച് ആലോചിക്കുക, എവിടേക്കെങ്കിലും യാത്ര പോയതിനെക്കുറിച്ച് ആലോചിക്കുക, നല്ല സംഭാഷണങ്ങളെക്കുറിച്ച് ആലോചിക്കുക, നല്ല പ്രഭാഷണങ്ങളെക്കുറിച്ച് ആലോചിക്കുക. ഈശ്വരഭക്തിയുള്ളവരാണെങ്കിൽ ഈശ്വരീയമായ കാര്യങ്ങൾ ഓർമ്മിക്കുക, നല്ല പാട്ട് പാടുക. പൂക്കുന്നീതാ മുല്ല പൂക്കുന്നീലഞ്ഞി പൂക്കുന്നോ തേന്മാവോ പൂക്കുന്ന ശോകം. കേട്ടിട്ടുണ്ടാവും ചിലപ്പോൾ നിങ്ങൾ. വെളുക്കുമ്പോൾ കുളിക്കണം വെളുപ്പുള്ളതൊടുക്കണം. നല്ല നല്ല കവിതകളുണ്ട്. ശരിക്കും പറഞ്ഞാൽ അഖിലാണ്ട മണ്ഡല മണിയിച്ചൊരുക്കി ചക്കര പന്തലിൽ തേന്മഴ പൊഴിയും. എത്ര നല്ല കീർത്തനങ്ങളും പാട്ടുകളും കവിതകളും. അതൊന്ന് ചൊല്ലാൻ ശ്രമിക്കുക. നല്ല രീതിയിൽ നിങ്ങളുടെ ടെൻഷൻ പോകുമെന്ന് ഞാൻ അറിയിക്കുന്നു. പ്രണാമം. ഇനി അടുത്ത സന്ദേശം. ഭക്ഷണം കഴിക്കുക. നമ്മൾ സാധാരണ മൃഗങ്ങൾ എന്തെങ്കിലും കഴിക്കുമ്പോൾ എന്താ പറയുക? പശു പുല്ല് തിന്നാന്നാ പറയാം, പട്ടി ചോറ് കഴിക്കുന്നുണ്ടെന്നാ പറയാം. ഓരോ മൃഗത്തിലും തിന്നുന്നു കഴിക്കുന്നു എന്നാ പറയാം. മനുഷ്യൻ ചോറ് തിന്നുന്നു എന്നുള്ള പ്രയോഗം പ്രാകൃതമാണ്. മനുഷ്യൻ ഭക്ഷണം കഴിക്കുന്നു, ഊണ് കഴിക്കുന്നു എന്നാ പറയാ. അപ്പം ഈ ഊണ് കഴിക്കലും തിന്നലും തമ്മിൽ എന്താ വ്യത്യാസം? നമ്മൾ ഭക്ഷണം കഴിക്കുന്നത് രണ്ട് കാര്യത്തിനാണ്. ഒന്ന്, ആ ഭക്ഷണം ആസ്വദിക്കാൻ, അത് എക്സ്പീരിയൻഷ്യൽ നോളജാണ്. ആ ഭക്ഷണം ആസ്വദിച്ച് കഴിക്കണം. അതുപോലെ ഭക്ഷണം നമ്മുടെ ശരീരത്തിന് പിടിക്കുന്ന വിധത്തിൽ എനർജി കോമ്പോണൻറ്റുകൾ അതിനകത്ത് ഉണ്ടാവണം. അപ്പം ഭക്ഷണം കഴിക്കുന്നത് വയറ് നിറയാൻ മാത്രമല്ല ആസ്വദിക്കാനും കൂടിയാണ്. ഇപ്പം നിങ്ങൾ ആലോചിച്ച് നോക്കാം, നമ്മുടെ ഭക്ഷണത്തിൽ ഒരു കൊണ്ടാട്ടമുളക് ഉണ്ടായിരുന്നു എന്ന് വിചാരിക്കാം. അത് നമ്മൾ അതേപോലെ വിഴുങ്ങിയെന്ന് വിചാരിക്കുക, ചോറിൻ്റെ കൂട്ടത്തിൽ വിഴുങ്ങി കടിക്കാതെ. ആ കൊണ്ടാട്ടമുളകിൻ്റെ ഉപ്പ്, അതിൻ്റെ എരിവ്, അതിൻ്റെ പുളി, ആ രസമൊന്നും ആസ്വദിക്കാൻ സാധിക്കില്ല. അതുപോലെയാ പായസം, ഒരു ഗ്ലാസ് ആസ്വദിക്കാതെ ഒറ്റ സ്ട്രെച്ചിന് കുടിച്ചു എന്ന് വിചാരിക്കുക. അത്രയും കഷ്ടപ്പെട്ട് ഉണ്ടാക്കിയ സാമ്പാർ, പായസം, കൊണ്ടാട്ടമുളക്, ഭക്ഷണം, കറികൾ, അത് ആസ്വദിക്കാൻ വേണ്ടി കൂടിയാണ് ഊണ് കഴിക്കുന്നത്. അപ്പം ഭക്ഷണം കഴിക്കുമ്പോൾ ഒരു ഉരുള ചോറ് ഏതാണ്ട് 4 സെക്കൻഡാണ് നമ്മുടെ നാവിലിരിക്കുക, ചിലപ്പോൾ 5 സെക്കൻഡ്, പരമാവധി 20 ഉരുള ചോറാണ് നമ്മൾ കഴിക്കുക. അപ്പോൾ 2.5, 3, 4 മണിക്കൂർ കൊണ്ട് ഉണ്ടാക്കിയ ഭക്ഷണം
20x4 80 സെക്കൻഡ്, അല്ലെങ്കിൽ 20x5 100 സെക്കൻഡ്, 1.5 മിനിറ്റ് കൊണ്ട് നമ്മൾ കഴിക്കുമ്പോൾ അത് ആസ്വദിച്ചില്ലെങ്കിൽ ഈ 2-2.5 മണിക്കൂർ, ചിലപ്പോൾ 3 മണിക്കൂർ 4 മണിക്കൂർ കഷ്ടപ്പെട്ട് നമ്മുടെ ഭാര്യ, നമ്മുടെ അമ്മ അവർ ഈ ഭക്ഷണം ഉണ്ടാക്കിയതിൻ്റെ അർത്ഥം എന്താ? അപ്പോൾ ഏത് ഭക്ഷണവും ആസ്വദിക്കാൻ സാധിക്കണം, ഏത് കാഴ്ചയും ആസ്വദിക്കാൻ സാധിക്കണം, ഏത് പാട്ടും ആസ്വദിക്കാൻ സാധിക്കണം, ഏത് തരത്തിലുള്ള ബന്ധങ്ങളും ആസ്വദിക്കാൻ സാധിക്കണം. അത് നെഗറ്റീവ് ഉണ്ടെങ്കിൽ അതുകൂടി ഒന്ന് ആസ്വദിക്കാൻ നമുക്ക് സാധിക്കണം. പാവക്കയുടെ കയ്പ് നമ്മൾ ആസ്വദിക്കാറുണ്ടല്ലോ, കൊണ്ടാട്ടമുളകിൻ്റെ എരിവ് ആസ്വദിക്കാറുണ്ടല്ലോ. അതുകൊണ്ട് ഭക്ഷണം കഴിക്കുന്നത് ആസ്വദിച്ച് കഴിക്കാൻ നമുക്ക് സാധിക്കട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. ഇനി അടുത്ത സന്ദേശം, ഡെൽറ്റ എക്സ് മാനേജ്മെൻറ്റ്. നമുക്ക് എന്തെങ്കിലുമൊക്കെ പ്രോബ്ലം ജീവിതത്തിലുണ്ടെന്ന് വിചാരിക്കാം. ഞാൻ RTO ഓഫീസിൽ പോയിരുന്നു. അവിടെ പോയിട്ട് ടാക്സ് അടയ്ക്കാൻ എത്ര നേരം ക്യൂവിൽ നിൽക്കേണ്ടി വരുമോ ഈശ്വര, എനിക്ക് അറിഞ്ഞൂടാ. എൻ്റെ സ്കൂട്ടർ 15 വർഷം പഴക്കം കഴിഞ്ഞതാണ്. അപ്പോൾ അതിനെ റീടെസ്റ്റ് ചെയ്യണം. ഞാൻ പേടിച്ചുകൊണ്ടിരുന്നു, എത്ര സമയം എടുക്കുമോ റീടെസ്റ്റ് ചെയ്യാൻ, എന്തെല്ലാം അയാൾ പ്രോബ്ലം ഉണ്ടാക്കുമോ. അതേ സമയത്ത് കഴിഞ്ഞ മാസം 7-ാം തീയതി ഞാൻ രാവിലെ RTO ഓഫീസിൽ പോയി. കുറച്ച് നേരത്തെ പോയി. അത്ഭുതം, ഒരാളും ക്യൂവിലില്ല. 9:20 തിരുവനന്തപുരം RTO ഓഫീസിൽ എനിക്ക് ഫീസും എക്സ്ട്രാ റോഡ് ടാക്സും അടയ്ക്കാൻ സാധിച്ചു. അത് കഴിഞ്ഞ് ഞാൻ നേരെ എൻ്റെ പഴയ സ്കൂട്ടർ നല്ല രീതിയിൽ പെയിൻ്റൊക്കെ ചെയ്തത് നേരെ ഇഞ്ചക്കൽ ജംഗ്ഷനിൽ ഈ മോട്ടോർ വെഹിക്കിൾ ഇൻസ്പെക്ടർ വരുന്ന സ്ഥലത്ത് കൊണ്ടുപോയി. ഞാനവിടെ ചെല്ലുമ്പോൾ അദ്ദേഹം അവിടെ വെറുതെ നിൽക്കുക. എൻ്റെ സ്കൂട്ടർ കണ്ടു, 1 മിനിറ്റ് ചോദ്യം ചോദിച്ചു. വേറെ ഇൻഫാക്റ്റ് ചോദ്യം ചോദിച്ചില്ല, ചില കാര്യങ്ങൾ പറഞ്ഞു. ഇടത്തോട്ട് തിരിക്കാൻ പറഞ്ഞു, വലത്തോട്ട് തിരിക്കാൻ പറഞ്ഞു, ലെഫ്റ്റ് സിഗ്നൽ, റൈറ്റ് സിഗ്നൽ, ബ്രേക്ക് നോക്കി. ഒരു 45 സെക്കൻഡ് കൊണ്ട് എൻ്റെ സ്കൂട്ടർ ടെസ്റ്റ് ചെയ്ത് ഇടയിൽ പോവുകയും ചെയ്തു. ഇത്രയും ഞാൻ നിങ്ങളോട് പറഞ്ഞത്, ഞാൻ മനസ്സിൽ വിചാരിച്ചത് വളരെ കോംപ്ലിക്കേറ്റഡ് ആയിട്ടൊരു പ്രൊസീജിയറാണെന്നാണ്. പക്ഷെ അനുഭവത്തിൽ അത് വളരെ സിമ്പിളായിരുന്നു. അപ്പോൾ ഞാൻ ആലോചിച്ചിരുന്നത് ഇങ്ങനെയാണ്, ആ പർട്ടിക്കുലർ ഡേ കഴിഞ്ഞ മാസം 7-ാം തീയതി ആണെന്ന് തോന്നുന്നു, 8:45 മുതൽക്ക് 1 മണി വരെ എൻ്റെ സ്കൂട്ടറുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾ ചെയ്യാൻ മാറ്റിവെക്കുക. അപ്പോൾ 8:45 ശേഷം X1 അതാണ്, 12 മണി വരെ X2. അപ്പോൾ X2 - X1 = ഡെൽറ്റ എക്സ്. അപ്പോൾ X2 12 മണി, X1 8:45. ഇത്രയും സമയം എന്തെല്ലാം വേദന അനുഭവിച്ചാലും ത്യാഗം അനുഭവിച്ചാലും അതൊന്നും നമ്മുടെ ജീവിതത്തിൽ എടുക്കാതെ അവർ പറയുന്നത് പോലെ അങ്ങ് ചെയ്യുക. ഒരു ഗോപാലകൃഷ്ണനാണ്, ഡോക്ടർ ഗോപാലകൃഷ്ണനാണ്, ഇന്നൊന്നും ചിന്തിക്കേണ്ട, നമുക്ക് ആ പ്രോബ്ലം സോൾവ് ചെയ്ത് വരാം എന്ന് വിചാരിച്ചു. പക്ഷേ ആ ഡെൽറ്റ എക്സ് മാനേജ്മെൻറ്റ് ഒരു വലിയ സന്തോഷകരമായ അനുഭവമായിരുന്നു. എത്രയാ RTO ഓഫീസിനെ കുറിച്ചുള്ള തെറ്റിദ്ധാരണ, ക്ലർക്കുമാരെ കുറിച്ചുള്ള തെറ്റിദ്ധാരണ, RTOയെ കുറിച്ചുള്ള തെറ്റിദ്ധാരണ മാറി, മോട്ടോർ വെഹിക്കിൾ ഇൻസ്പെക്ടേഴ്സിനെ കുറിച്ചുള്ള തെറ്റിദ്ധാരണ മാറി. എല്ലാവരും അതേപോലെ നല്ലവരായിരിക്കണം എന്നൊന്നുമില്ല. പക്ഷേ ഒത്തിരി അനുഭവങ്ങൾ ആ കഷ്ടിച്ച 1 മണിക്കൂർ കൊണ്ട് എനിക്ക് കിട്ടി. 1 മണിക്കൂർ കൊണ്ട്, 4 മണിക്കൂറാണ് ഞാൻ പ്രതീക്ഷിച്ചത്, വേസ്റ്റ് ആവുന്ന അതുണ്ടായില്ല. അപ്പോൾ ഏത് കോംപ്ലിക്കേറ്റഡ് ഇഷ്യൂ വരുമ്പോഴും അത് തുടങ്ങുന്നതും അവസാനിക്കുന്നതും, തുടങ്ങുന്നത് X1-ഉം തുടങ്ങുന്നത് X2 ആയിട്ടുള്ള ടൈം എടുത്താൽ X2 - X1 എത്ര കോംപ്ലിക്കേറ്റഡ് ആണെങ്കിലും അത് മാനേജ് ചെയ്യാൻ പഠിക്കുക, അത് ഉൾക്കൊണ്ട് നല്ല രീതിയിൽ ജീവിക്കാൻ പഠിച്ചാൽ എനിക്ക് ഉറപ്പുണ്ട് ഒരു പ്രോബ്ലവും നമുക്ക് പ്രോബ്ലം ആവില്ല. ഇനി ഞാൻ അടുത്ത സന്ദേശം, രാമായണത്തിൽ മന്ദര എന്നൊരു കഥാപാത്രമുണ്ട്. കൈകേയിയെ ഉപദേശിച്ചത് മന്ദരയാണ്. ഒന്ന് ആലോചിച്ച് നോക്കാം, 24,000 ശ്ലോകമുള്ള രാമായണത്തിൽ മന്ദര എന്ന കഥാപാത്രം ഇല്ലായിരുന്നെങ്കിൽ, മന്ദര ഇല്ലായിരുന്നെങ്കിൽ രാമായണം ഉണ്ടാവുമായിരുന്നോ? ശരിക്കും കൈകേയി രാമൻ്റെ പട്ടാഭിഷേകത്തിന് എല്ലാ വിധത്തിലും തയ്യാറായിരുന്നതാണ്. ആ കൈകേയി രാമൻ്റെ പട്ടാഭിഷേകം അനുകൂലിച്ചു എന്ന് വിചാരിക്കുക. എല്ലാവരും അനുകൂലിച്ചുകൊണ്ടിരിക്കുമ്പോൾ കൈകേയും അനുകൂലിച്ചു എന്ന് വിചാരിക്കാം. രാമൻ്റെ പട്ടാഭിഷേകം നടക്കും, രാമൻ യുവരാജാവാകും, ദശരഥൻ്റെ കാലശേഷം രാമൻ ചക്രവർത്തിയാവും. അത് കഴിഞ്ഞിട്ട് എന്താ, രാമൻ ചക്രവർത്തിയായിട്ട് മരിക്കുന്നത് വരെ ഭരിക്കും. അതെങ്ങനെയാണ് 24,000 ശ്ലോകമുള്ള രാമായണമാവുന്നത്? അതൊരു രാജാവിൻ്റെ വീരകൃത്യം മാത്രമല്ലേ ആവുള്ളൂ. പക്ഷേ മന്ദര എന്ന നെഗറ്റീവ് കഥാപാത്രം അല്ലെങ്കിൽ ചരിത്ര സ്ത്രീ കൈകേയിയെ ഉപദേശിച്ചത് കൊണ്ട് ഭരതൻ രാജാവായി, രാമൻ കാട്ടിൽ പോയി. ആ രാമനും സീതയും ലക്ഷ്മണനും കാട്ടിൽ പോയ
ആ ചരിത്രം കൂടിയല്ലേ രാമായണം എന്ന് പറയുന്നത്? അപ്പോ ഒരു ജീവിതത്തിൽ നമ്മൾ മന്ദരയായില്ലെങ്കിലും നമ്മളുടെ ജീവിതത്തിൽ മന്ദരകൾ ഉണ്ടെങ്കിൽ അതിൻ്റെ ഗുണം എന്താണ്? നമ്മൾ റുട്ടീനായിട്ട് ചെയ്തുകൊണ്ട് പോകുന്ന കാര്യങ്ങൾ വളരെ വിരസമായിട്ടൊരു ജീവിതം നയിച്ചുകൊണ്ട് പോകുന്ന വേളയിൽ, മാറ്റങ്ങളും ചേഞ്ചുകളും ഇല്ലാതെ ജീവിക്കുന്ന വേളയിൽ ഇതുപോലെയുള്ള നെഗറ്റീവ് വ്യക്തികൾ നമ്മുടെ ജീവിതത്തെ ശരിക്കും വഴി മാറ്റി ഒരു യൂസ്ഫുൾ, ഫ്രൂട്ട്ഫുൾ, പർപ്പസ്ഫുൾ ആൻഡ് മീനിങ് ഫുൾ ജീവിതമാക്കി മാറ്റും. അപ്പൊ രാമനെ നമ്മൾ അറിയപ്പെടുന്നത് ദശരഥന്റെ മകനായിട്ട് മാത്രമൊന്നുമല്ല. രാവണ നിഗ്രഹം ചെയ്തു, രാമായണത്തിലെ ചരിത്ര പുരുഷനായിട്ടാണ്. ആ രാമായണം തന്നെ ഉണ്ടാകുമായിരുന്നില്ല മന്ദരയില്ലായിരുന്നെങ്കിൽ. അപ്പൊ മന്ദരയെ പോലെയുള്ള കഥാപാത്രങ്ങൾ നമ്മുടെ ജീവിതത്തിലും ഉണ്ടാവണം എന്ന് നമ്മൾ ഓർമ്മിക്കാൻ സാധിക്കട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് പ്രണാമം, നമസ്കാരം.